കേരള സർവകലാശാലയിൽ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാതായതിൽ ഗുരുതര വീഴ്ച. സംഭവത്തിൽ വൈസ് ചാൻസലർ അടിയന്തര യോഗം വിളിച്ചു. 1-ാം തീയതി പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം ചേരും. മുഴുവൻ വിവരങ്ങളും അറിയിക്കാൻ പരീക്ഷാ കൺട്രോളർക്ക് VC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ അറിയിച്ചിട്ടുണ്ട്. മൂല്യനിർണ്ണയത്തിന് കൊടുത്തയച്ച 71 ഉത്തരക്കടലാസുകളാണ് നഷ്ടമായിരിക്കുന്നത്. വീണ്ടും പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കൃത്യമായ വിശദീകരണം ഇപ്പോഴും യൂണിവേഴ്സിറ്റി നൽകിയിട്ടില്ലെന്നുമാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മെയിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ എക്സാം നമ്മൾ ഇനി ഒന്നും കൂടെ എഴുതണമെന്ന് പറഞ്ഞ രീതിയിലാണ് വന്നേക്കുന്നത്. സ്പെഷ്യൽ എക്സാം നമ്മൾ ആ എക്സാം നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ഒരു വർഷം മുമ്പ് ആ എക്സാം എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ആ എക്സാം ഇനി നമ്മൾ ഒന്നേനെ എഴുതണമെന്നാണ് ഇപ്പൊ വന്നേക്കുന്നത്. എപ്പോഴാ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? എപ്പോഴാ സ്പെഷ്യൽ എക്സാമിന്റെ? അത് ഏപ്രിൽ 7-ാം തീയതി. ഏപ്രിൽ 7-ന്. അപ്പൊ എന്താ കാരണം എന്ന് പറയുന്നുണ്ടോ? കാരണം ഒന്നും ഒരു കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ എക്സാം എഴുതണമെന്നോ സ്പെഷ്യൽ എക്സാം ആണ്, ഫീസ് അടയ്ക്കണ്ടെന്ന് പറഞ്ഞ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തിരക്കായിരുന്നോ യൂണിവേഴ്സിറ്റിയില്? യൂണിവേഴ്സിറ്റി തിരക്കിയപ്പോ അവര് പറഞ്ഞത് ഈ സ്പെഷ്യൽ എക്സാം എഴുതിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ രീതിയിലാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. എന്താ കാരണം എന്ന് പറയുന്നില്ല? കാരണം ഒന്നും അവര് പറഞ്ഞില്ലായിരുന്നു. ഈ ഉത്തരക്കടലാസ് അധ്യാപകന്റെ കയ്യിൽ നിന്ന് കാണാതെ പോയതൊക്കെ അറിഞ്ഞിരുന്നോ? കാണാതെ പോയത് നമ്മള് ഫ്രണ്ട്സ് കുറെ പേര് തിരക്കിയപ്പോ പറഞ്ഞായിരുന്നു. ആണ്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല? യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ കുറച്ച് കുട്ടികൾ ഈ വിദേശത്താണ്, അവർക്ക് എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുണ്ട്. കുറെ ഫ്രണ്ട്സും കുറെ പേരും ഒക്കെ വിദേശത്തും പിന്നെ പലരും ജോലിക്കും ഒക്കെ പോയിരിക്കുന്ന ഒരു ടൈമാണ്. ആ സമയത്താണ് ഇനിയിപ്പോ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പൊ നിങ്ങളുടെ തീരുമാനം എന്താ? തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ നമ്മള് നോക്കുന്നുണ്ട്. നമ്മള് യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് പോയി നമ്മളെല്ലാം ഒരു കുറെ സ്റ്റുഡൻസ് ഒരുമിച്ച് പോകുന്നുണ്ട്. പോയിട്ട് നമ്മളെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നുണ്ട്. അതാണ് ഇനി ഇപ്പോഴത്തെ നമ്മള് വിചാരിച്ചിരിക്കുന്ന കാര്യം. അപ്പൊ ഈ നിങ്ങൾക്ക് ഇമെയിൽ വരുന്നത് എപ്പോഴാ? ഇമെയിൽ വരുന്നത് ഇന്നലെ രാവിലെ. ഇന്നലെ രാവിലെ രാവിലെയാണ് വന്നത് മെയിൽ. ഓക്കെ. അപ്പൊ ഇപ്പോഴും കൃത്യമായിട്ട് എന്താണ് കാരണം എന്ന് യൂണിവേഴ്സിറ്റി നിങ്ങളോട് പറഞ്ഞിട്ടില്ല? യൂണിവേഴ്സിറ്റി കൃത്യമായിട്ടുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. മെയിലും ഇല്ല? മെയിലും ഇല്ല. പക്ഷെ നമ്മള് സ്റ്റുഡൻസ് കുറച്ചൊരു അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത് ഏതോ ഒരു സാറിന്റെ കയ്യിൽ നിന്ന് പോയതാണെന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ. അപ്പൊ സ്പെഷ്യൽ എക്സാം എഴുതാൻ മിക്ക കുട്ടികൾക്കും ബുദ്ധിമുട്ടും ഉണ്ടല്ലേ? മിക്ക കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ട് സ്പെഷ്യൽ എക്സാം എഴുതാൻ. തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, മറ്റു വിശദാംശങ്ങളിലേക്കെല്ലാം പോകുന്നതിന് മുൻപ് വളരെയധികം നിരുത്തരവാദപരമായ ഗുരുതരമായ ഒരു വീഴ്ചയെ വളരെ ലാഘവത്തോടു കൂടിയാണ് ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ്. 73 പേപ്പറുകൾ അടങ്ങുന്ന ഒരു വലിയ ബണ്ടിലാണ്. അതെന്തായാലും കാറ്റത്ത് പറന്നു പോകില്ല. അപ്പോൾ പിന്നെ അത്രയധികം കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പേപ്പർ നഷ്ടപ്പെട്ടു പോയതിൽ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ അധ്യാപകനിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം, അത് കൃത്യമായി അവരിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക വിശദീകരണം എന്താണ്? സെമസ്റ്റർ എക്സാം എല്ലാം പൂർത്തിയായി, കോഴ്സ് കംപ്ലീറ്റ് ആയി, ഫലപ്രഖ്യാപനം കാത്തിരുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്കാണ്, അത് 71 വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്കാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടൊരു മെയിൽ എത്തുന്നത്. S3 എക്സാം, അതായത് സെമസ്റ്റർ 3 എക്സാം, അത് വീണ്ടും നടത്തുന്നു. ഏപ്രിൽ 7-ാം തീയതിയാണ് എക്സാം. അതിനുവേണ്ടി തയ്യാറെടുക്കണം എന്ന തരത്തിലുള്ളൊരു മെയിലാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിന് പിന്നിൽ എന്താണ് കാരണം, എഴുതിയ പരീക്ഷയ്ക്ക് എന്താണ് പറ്റിയത്, ആ ഉത്തരക്കടലാസുകൾക്ക് എന്താണ് പറ്റിയത് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണവും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അത് ഈ സമയവും വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള വിശദീകരണം യൂണിവേഴ്സിറ്റി നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് ജൂൺ മാസങ്ങളിലായിട്ട് നടന്ന പരീക്ഷയാണ്. അതിലിപ്പോൾ ഉത്തരക്കടലാസുകൾ കാണാനില്ല എന്ന് പറയുന്ന പ്രൊജക്ട് ഫിനാൻസ് എക്സാം നടക്കുന്നത് മെയ് 30-ാം തീയതിയാണ് എന്നുള്ളതാണ്. അതിനുശേഷം സെമസ്റ്റർ 4-ാം സെമസ്റ്റർ പരീക്ഷയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമൊക്കെ കാത്ത് ഇരിക്കുന്ന ഇടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. മൂല്യനിർണ്ണയം കഴിഞ്ഞ് പാലക്കാട് നിന്നും തിരിച്ച് സർവകലാശാലകളിലേക്ക് ഉത്തരക്കടലാസുകളുമായിട്ട് എത്തുന്ന വഴിക്ക് ബൈക്കിൽ നിന്നും കാണാതെ പോയി എന്നുള്ള വിശദീകരണമാണ് ഈ അധ്യാപകൻ കേരള യൂണിവേഴ്സിറ്റിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പരീക്ഷകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ബണ്ടിലുകളിലായിട്ട് ഈ ഉത്തരക്കടലാസുകൾ ഓരോ അധ്യാപകരുടെയും കയ്യിലേക്ക് കൊടുത്തുവിടും. അത് അവർക്ക്
അവരുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് അത് മൂല്യനിർണ്ണയം സൗകര്യാനുസരണം നടത്താമെന്നുള്ളതാണ്. അതിനുശേഷം തിരിച്ച് സർവകലാശാലകളിലേക്ക് ആ ഉത്തരക്കടലാസുകൾ എത്തിക്കണം. അതാണ് രീതി. അതിനിടെ അത്തരത്തിൽ ഈ മൂല്യനിർണ്ണയമൊക്കെ പൂർത്തിയാക്കി സർവകലാശാലകളിലേക്ക് തിരിച്ച് ആൻസർ ഷീറ്റ് എത്തിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആൻസർ ഷീറ്റ് കളഞ്ഞുപോയ വിവരം ലഭിക്കുന്നത്. കളഞ്ഞുപോയി എന്നുള്ള വിശദീകരണമാണ് അധ്യാപകൻ സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ എത്തരത്തിലാണ് 71 വിദ്യാർത്ഥികളുടെ ഈ ആൻസർ ഷീറ്റ് കളഞ്ഞു പോയിരിക്കുന്നത്, എവിടെ വെച്ചാണ് കളഞ്ഞത്, എന്താണ് സംഭവിച്ചത്, ഇത് സംബന്ധിച്ചൊന്നും ഇപ്പോഴും സർവകലാശാലയ്ക്ക് വ്യക്തതയില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവത്തിൽ അടിയന്തര യോഗം വൈസ് ചാൻസലർ വിളിച്ച് ചേർത്തിട്ടുണ്ട്. പരീക്ഷാ വിഭാഗത്തിന്റെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. അടുത്ത മാസം 1-ാം തീയതിയാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എത്തരത്തിൽ പ്രശ്നം പരിഹരിക്കാം എന്നത് ചർച്ച ചെയ്യുമെന്നുള്ളതാണ് വൈസ് ചാൻസലർ പറയുന്നത്. എക്സാം കൺട്രോളറുടെ ഭാഗത്തു നിന്ന് ഈ പരീക്ഷ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും VC ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും അടുത്ത മാസം 7-ാം തീയതി പുനഃപരീക്ഷ ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന പ്രതികരണം ഈ ഫലം വന്നു കഴിഞ്ഞ അല്ലെങ്കിൽ പരീക്ഷകളെല്ലാം പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പലരും വിദേശത്തേക്ക് ഉൾപ്പെടെ ജോലി തേടി പോയി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് വിദേശത്തും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ജോലി തേടി പോയിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ 7-ാം തീയതി വീണ്ടും പരീക്ഷ നടത്തുകയാണെങ്കിൽ അതിന് എത്താൻ ഒരു പ്രതിസന്ധി ഉണ്ട്, ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം പൂർത്തിയായ പരീക്ഷയാണ്. അത് വീണ്ടും പഠിച്ച് എഴുതുന്നതിൽ മാനസികമായിട്ട് തങ്ങൾ ചില സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്, പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യമാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും കൃത്യമായിട്ടുള്ള മറുപടി സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് അവർക്കുണ്ടായില്ല എന്നുള്ളതാണ്. ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയിൽ വീണ്ടും തങ്ങൾ എന്തിന് പരീക്ഷ എഴുതണം എന്നുള്ള ചോദ്യം തന്നെയാണ് ആ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി യൂണിവേഴ്സിറ്റി അടക്കമുള്ളവർ നൽകേണ്ടതായിട്ടുണ്ട്. അതിപ്പോഴും അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ മിനിമം മാർക്ക് നൽകി അവരെ എല്ലാവരെയും വിജയിപ്പിക്കണം, ആ ഒരു ആവശ്യം കൂടി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് സർവകലാശാല പോയിട്ടില്ല. അടുത്ത മാസം 7-നാണ് ഈ പരീക്ഷ വെച്ചിരിക്കുന്നത്. നിയമപരമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ കൂടിയും അതിനുള്ള സാവകാശം കൂടി തങ്ങൾക്കില്ല എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. വിദേശത്ത് നിന്നുൾപ്പെടെ നാട്ടിലേക്ക് തിരിച്ച് വീണ്ടും പരീക്ഷയ്ക്ക് വരാനുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ അല്ല പലരും പോകുന്നത് എന്നുള്ളതാണ്. 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് ഈ കാണാതെ പോയിരിക്കുന്നത്. ഇതിൽ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തീരുമാനം ഉണ്ടാകുമെന്ന് VC ഉറപ്പ് നൽകുന്നു. പക്ഷെ അപ്പോഴും പുനഃപരീക്ഷയ്ക്കുള്ള തീയതി ഉൾപ്പെടെ വിദ്യാർത്ഥികളെ അറിയിച്ച് അതിന് തയ്യാറെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫീസ് അടുത്ത ഈ പുനഃപരീക്ഷയ്ക്ക് അടയ്ക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന മെയിലാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്കൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും 1-ാം തീയതിയാണ് VC വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗം ചേരുന്നത്. ആ യോഗത്തിലായിരിക്കും ഈ സംഭവിച്ച ഈ വിഷയത്തിൽ ഒരു നിർണായക തീരുമാനം വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ എടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കേരള സർവകലാശാലയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് സർവകലാശാല VC അടക്കം അതിൽ തർക്കിക്കുന്നുമില്ല എന്നുള്ളതാണ്. നാക് അക്രഡിറ്റേഷനിൽ ഉൾപ്പെടെ ഉയർന്ന നേട്ടങ്ങൾ കരസ്ഥമാക്കി ഗവർണർ, ഈ പുതിയതായിട്ട് ചുമതലയേറ്റ ഗവർണർ ഉൾപ്പെടെ വലിയ തരത്തിൽ നേട്ടം ഉണ്ടായി എന്ന് പ്രശംസിച്ച സർവകലാശാലയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് താൻ ബൈക്കിൽ ഈ ഉത്തരക്കടലാസുകളുമായിട്ട് വരുന്ന വഴിക്ക് അത് കളഞ്ഞുപോയി എന്ന് പറയുമ്പോഴും എത്തരത്തിലാണ് കളഞ്ഞു പോയത് എന്നുള്ള വിശദീകരണം പോലും അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ട് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പിഴവിൽ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് ഓരോ വിദ്യാർത്ഥികളും പറയുന്നത്. ഗായത്രി, നിലവിൽ VC പരീക്ഷാ വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ അല്ലാതെയുമുള്ള അടിയന്തര യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഈ അധ്യാപകനും ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് KSU പരാതിയും നൽകിയിട്ടുണ്ട്. നിലവിൽ ആ ഒരു നടപടിക്രമങ്ങൾ, ഈ അധ്യാപകനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി അല്ലെങ്കിൽ ശിക്ഷാ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ?
നിലവിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം സർവകലാശാല തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷമാണ് VC നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തത്. പരീക്ഷാ വിഭാഗത്തിന്റെ ഒരു മീറ്റിംഗ് ആണ് 1-ാം തീയതി വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ എക്സാം കൺട്രോളറുടെ ഭാഗത്ത് നിന്ന് മുഴുവൻ വിവരങ്ങളും ഈ സംഭവത്തിൽ ഉള്ളത് യൂണിവേഴ്സിറ്റി ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ അധ്യാപകനെതിരെ ഈ ഇത്രയും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ച അധ്യാപകനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് VC വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം, അവരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളും എന്ന കാര്യവും VC അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ അടുത്ത മാസം 7-ാം തീയതി പുനഃപരീക്ഷ നടത്താനുള്ള തീരുമാനവും പരീക്ഷാ പേപ്പർ നഷ്ടപ്പെട്ട കാര്യത്തിൽ അധ്യാപകനെതിരെ കർശന നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കും ഏത് നടപടിയും എന്ന് സർവകലാശാല ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത്